സലാം കാശ്മീർ എന്നുള്ള സിനിമയുടെ ഇന്റർവെൽ പോർഷനാണ്. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. അപ്പുറത്ത് ഇത് കണ്ട് ഞെട്ടാൻ വേണ്ടിയിട്ട് ലാലു അലക്സ്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് നീ അടങ്ങും അല്ലേ? അപ്പോ ഓരോന്നിനും അവിടെ റിയാക്ഷൻ ആണ്. കാലത്ത് തന്നെ വെറും വയറ്റിൽ എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കരുത്. ആരാ അങ്ങനെ നന്നായിട്ട് ചിരിക്ക്. ഒടുക്കത്തെ ചിരി കാണുമ്പോ ഈ ചേട്ടന് കുളിര് പോരുക. ഇല്ല, മറ്റേത് വെറുതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറി മാന്ത് വാങ്ങി പോവല്ലേ, ഞാൻ മാന്തി പൊളിച്ചോളാം. കമാൻഡ് മറ്റേത് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ശ്രീകുമാർ പറഞ്ഞ വഴിക്ക് അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയി. എന്ത് വർത്താനോടെ പറയുന്നു? നിന്നെ ഞാൻ കാണിച്ചാടാ പട്ടി. നീ കണ്ടതും കേട്ടതൊന്നും ശരിയല്ല, അത് ഞാൻ പറഞ്ഞ കേക്ക്. ആ ഒരു റിയാക്ഷനിൽ എന്തോ ഒരു സൗണ്ട് വന്നു എന്ന് പറഞ്ഞ് ജയറാം പറയുന്നത്. എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി മാധവ. വേണ്ടാന്ന് വിചാരിക്കുമ്പോ തലേ കീറ. കാരണം ജയറാം ആയിരിക്കുന്നത് അവരിൽ നിന്ന് സിനിമയിലൂടെയാണല്ലോ വന്നത്. ഷാജിപ്പാപ്പന്റെ വണ്ടിക്ക് വട്ടം വെക്കാൻ മാത്രം നീ വളർന്നോടാ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അതിനു മുമ്പ് ജയറാം അറിയപ്പെടാൻ തുടങ്ങിയ ലാലു ലക്സനെ കാണിക്കുന്ന ഒരു പയ്യൻ. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. അതുകൂടെ ഉണ്ട്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ച്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ വിളിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ ഇച്ചിരി പൈസ വല്ലതും അയച്ചു തരണം. വേണ്ട, വല്ല കാര്യം ഉണ്ടായില്ല. ഒരു കാര്യമില്ലായിരുന്നു. ഇതെല്ലാം എന്നെ വിറ്റുണ്ടാക്കിയേക്കണ പലതും. കുറെ നേരത്തേക്ക് എന്നെ കളിയാക്കി ചിരിക്കലായിരുന്നു. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങളുടെ ഒരു ആത്മബന്ധം എങ്ങനെയാണ് ജയറാമേട്ടന്? നല്ല ബന്ധമാണ് കേട്ടോ, നല്ല ബന്ധമാണ്. പിന്നെ അവൻ പ്രത്യേക ഗുരുത്തമുള്ളവനല്ലേ, അവൻ ഗുരുത്തമുള്ളവനാണ്. ഇപ്പോ ഇച്ചിരി സന്തോഷായില്ലേ? ശരിക്കും തന്നല്ലേ. കൂടെ നിന്ന് നീ എനിക്കിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ. അപ്പൊ ശരി, കാണാം.